രാഷ്ട്രീയ ബന്ധം എന്താണ് എന്നുള്ളതും അവർക്ക് ബേപ്പൂരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കോഴിക്കോട് അങ്ങാടിയിൽ പാട്ടാണ്. അതുകൊണ്ട് അത് CPM-നുള്ളിലും പാട്ടാണ്. CPM-ന്റെ വലിയ വിഭാഗീയതയ്ക്ക് വരെ കാരണമാണ്. അതൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ പറയാം. കൊല്ലം ഭരിച്ച ഒരു സർക്കാരാണ് ജനവിധി തേടുന്നത്. സർക്കാരിനെ കുറിച്ച് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ കുറേ സമരം ചെയ്തതാണ്, അബിൻ വർക്കി അടക്കമുള്ള ആളുകൾ സമരം ചെയ്തതാണ്. അപ്പോൾ ഒരു പോൾ നറേറ്റീവായി ഒരു ഇലക്ഷൻ അജണ്ടയായി എന്താണ് വരേണ്ടത്? ഇപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്ന സമയമാണല്ലോ. കേരളത്തിൻ്റെ ഇലക്ഷൻ അജണ്ട എന്താവണം? ഞങ്ങൾ മറുപടിയേ പറയുന്നുള്ളൂ, അവരാണല്ലോ ആദ്യം പറയുന്നത് എന്നുള്ളതിനപ്പുറത്ത് ഈ ചർച്ച വളരെ ഡെലിബറേറ്റ് ആയിട്ട് നിർത്തി സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള കാര്യങ്ങൾ മറുപടി പറയിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾക്കും കരണീയം? അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ. ഞങ്ങൾക്ക് ഇതൊന്നും ചർച്ച ചെയ്ത് ഈ നാട്ടിനെ മലീമസമാക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, അത് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. രണ്ട്, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ഈ വിവാദമൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടാതിരിക്കാൻ വേണ്ടി ഇവർ ഓരോ ആളുകളെ കൊണ്ട് ഓരോ ദിവസവും വർഗീയത പറയിപ്പിച്ച് സ്ക്രീൻ ടൈം മാറ്റുകയാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ KM ഷാജിയെക്കുറിച്ച് പലകുറി ഇവിടെ പറയുന്നത് കേട്ടു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ ഈ പറയുന്ന പ്രസംഗം KM ഷാജി നടത്തിയത് 2021-ലാണ്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വരെ ശ്രീ MV ഗോവിന്ദൻ മാഷ് എല്ലാ ആഴ്ചയും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയാണ്, മുസ്ലിം ലീഗിലുള്ളവരെല്ലാം മതേതരവാദികളാണ്, അവർക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് റെഡ് കാർപ്പറ്റ് ഇട്ട് സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്ന MV ഗോവിന്ദ മാഷിനെ നമുക്കറിയാം. 2022 അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ ശ്രീ അഭിലാഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. 2023 ഈ പ്രസ്താവന ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയെ 2021 KM ഷാജി പറഞ്ഞത് നിങ്ങൾക്ക് അന്ന് വർഗീയമായി തോന്നി. 2021 ഷാജി പറഞ്ഞത് മതമാണ് പ്രശ്നം എന്ന പ്രസംഗമാണ്. ഇപ്പോൾ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ധരിച്ചത് ഈ അടുത്ത കാലത്ത് നടന്ന അടുത്ത ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണെന്ന പരാമർശമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ. ഇവർ ഇത് മാത്രമല്ല പറയുന്നത്, ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ. ഇത് രണ്ടും പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ 2021 നിങ്ങൾക്കത് വർഗീയതയായി തോന്നിയില്ല, 22-ലും തോന്നിയില്ല, 23-ലും തോന്നിയില്ല, 24-ലും തോന്നിയില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും മുസ്ലിം ലീഗിനെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കണമെന്ന് CPM-ന് തോന്നി തുടങ്ങിയത്. അതിനുശേഷം അവരുടെ നയമാറ്റവും വ്യക്തമാണ്. പിന്നെ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പറ്റിയൊക്കെ പറയുമ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ കോഴിക്കോടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിനി അതിനകത്ത് കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. കാരണം കോഴിക്കോട് നഗരത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങിയത് ആരാണെന്നുള്ളതും അവരുടെ രാഷ്ട്രീയ ബന്ധം എന്താണ് എന്നുള്ളതും അവർക്ക് ബേപ്പൂരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കോഴിക്കോട് അങ്ങാടിയിൽ പാട്ടാണ്. അതുകൊണ്ട് അത് CPM-നുള്ളിലും പാട്ടാണ്. CPM-ന്റെ വലിയ വിഭാഗീയതയ്ക്ക് വരെ കാരണമാണ്. അതുകൊണ്ട് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കാര്യമൊന്നും ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അധികം ഇവിടെ പറയണ്ട. അതിൻ്റെ അടുത്ത ഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ ഇതുപോലുള്ള ചർച്ചയിൽ അതൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ പറയാം. അതായത് വിവരങ്ങളുണ്ടെങ്കിൽ അത് പറയണം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് CPM-ന്റെ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ നിൽക്കണ്ട. കാരണം കോഴിക്കോട് നഗരത്തിൽ പണം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പണം ഉണ്ടാക്കിയവരുടെ ലിസ്റ്റ് എടുത്താൽ ആരാണ് ഉള്ളതെന്നും കോഴിക്കോട് നഗരത്തിൽ ചില എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊങ്ങിയപ്പോ അതിന്റെ പിറകിൽ ആരാണ് ഉള്ളത്, അവരുടെ ബന്ധങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ കോഴിക്കോട് അങ്ങാടിയിൽ എല്ലാവർക്കും അറിയാം. അതൊന്നും എന്നെ കൊണ്ട് കൂടുതൽ അതൊക്കെ എന്റെ പൊന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രശ്നമല്ല അത്, നിങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പ് തർക്കം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, വിഷയം മാറിപ്പോയില്ലേ? ഒരു പുകമറയില്ല, പുകമറയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തെ കാര്യത്തായിട്ട് വരികയാണ്.
നിങ്ങളിവിടെ ഇപ്പോ ശ്രീ പ്രേംകുമാർ എന്റെ കാര്യം എന്തോ ഇവിടെ പറയുന്നത് കേട്ടു. ശ്രീ പ്രേംകുമാർ കച്ചവടക്കാർ റിയൽ എസ്റ്റേറ്റുകാരുണ്ടെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനൊക്കെ ആരാണ്? അവിടുത്തെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ ആയ വ്യക്തി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായി കോടിപതി ആയത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ കെ.ടി. കുഞ്ഞിക്കണ്ണൻ. ഇത് ഞാൻ തന്നെ കോഴിക്കോട് വന്ന പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു വിഷയമല്ല. കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വന്നാൽ അത് പറയാം. രണ്ട് ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞു എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു കേട്ടു. ശ്രീ പ്രേംകുമാർ, ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ചർച്ചയ്ക്കിരുന്ന ഇടതുപക്ഷ സഹയാത്രികൻ എന്നെ പുലഭ്യം പറഞ്ഞു, വി ഡി സതീഷിനെ പുലഭ്യം പറഞ്ഞ ആള് പുലഭ്യം പറഞ്ഞതിന്റെ പിറ്റേന്നാൾ രാവിലെ വന്നപ്പോൾ BJPയുടെ രാജീവ് ചന്ദ്രശേഖരുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് മേടിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ CPM-ന്റെ കൂടെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ളത് BJPയുടെ ഐഡിയോളജി ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ സ്വഭാവം എന്താണ് എന്നുള്ളതൊക്കെ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ ചാരി അത് പറയാൻ നിൽക്കണ്ട. രാഷ്ട്രീയ നിരീക്ഷകർ ആരാണെന്നുള്ളത് അറിയാം. ഞങ്ങൾക്ക് വളരെ കൃത്യമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഐഡിയോളജി കൃത്യമാണ്. ഞങ്ങൾ CPM-ന്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് ഇവിടെ ക്യാമ്പയിൻ ചെയ്യുന്നത്. CPM നടത്തിയ കൊള്ളയ്ക്കെതിരായിട്ടാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്. CPM അനാവശ്യമായി നാടിനെ വെട്ടിമുറിക്കാൻ നടക്കുന്ന വർഗീയ വിഭജനത്തിനെതിരാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ജനം ഞങ്ങളെ സ്വീകരിക്കുമെന്ന വിശ്വാസവും ഞങ്ങൾക്കുണ്ട്.